ശ്രമപ്പെടുന്നു. പ്രാരംഭമായി അപ്പോസ്തലരുടെ പുസ്തകം 23-ാം അധ്യായം 11-ാമത്തെ വാക്യം പ്രാരംഭമായി നമ്മൾ വായിക്കാം. അപ്പോസ്തലരുടെ പുസ്തകം 23-ാം അധ്യായം 11-ാമത്തെ വാക്യം. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കാം, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. രാത്രി കർത്താവിന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോസ്തലർ 23-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. ഈ വേദഭാഗങ്ങളൊക്കെ നമുക്ക് പരിചിതമായ ഭാഗങ്ങളാണ്. തിരുവനന്തപുരത്തിന് മുമ്പ് ഒരു ചെറിയ നടന്ന ഒരു സംഭവം നിങ്ങളുമായി നമ്മുടെ വിശ്വാസത്തിന്റെ വർധനയ്ക്കായി ഷെയർ ചെയ്യുവാനായി താല്പര്യപ്പെടുന്നു. സഭാ ചരിത്രങ്ങളിൽ നടന്ന ചില സംഭവങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും നല്ലതാണ്. സഭാചരിത്ര പുസ്തകങ്ങളിൽ യേശു കർത്താവിന്റെ അടക്ക പുനരുത്ഥാനങ്ങൾക്ക് ശേഷം കർത്താവിന്റെ വിശുദ്ധന്മാർ അപ്പോസ്തലന്മാർ ഉപയോഗിക്കപ്പെടുകയും പിന്നീട് കുറെ ഇരുണ്ട കാലഘട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു നാം കേട്ടതാണ്. അതിനുശേഷം സഭ ഒന്ന് ശക്തി പ്രാപിച്ചു വരികയും പരിശുദ്ധാത്മാവിൽ നിറയുകയും ചെയ്യുന്ന ചില കാലഘട്ടങ്ങൾ സഭാചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തായിരുന്നു അല്ലേ? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ആ പേര് ഗ്രിഗറി എന്ന ഒരാളുടെ പ്രവചന സംഘത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചായിരുന്നു. ഒരു വ്യക്തിയെ കുറിച്ചുകൂടെ നമ്മൾ ഇന്ന് ചിന്തിച്ച് ഞാൻ വചന ശുശ്രൂഷയിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സിസറിയയിലെ ബസിൽ എന്ന് പറയുന്ന ബിഷപ്പിന്റെ സഹോദരിയായ മക്രീന എന്ന് പറയുന്ന ഒരു സഹോദരിയെ കുറിച്ചാണ് സഭാചരിത്രത്തിൽ മറ്റൊരു ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മക്രീനയുടെ മീറ്റിംഗിൽ അനവധി വ്യക്തികൾ സംബന്ധിച്ചു. അവരുടെ കുടുംബമായി അവർ ശുശ്രൂഷകൾ ചെയ്തു പോകുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവരുടെ സിബ്ലിങ്സിലുള്ള സഹോദര വർഗത്തിലുള്ള തന്നെ ഗ്രിഗറി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി അദ്ദേഹത്തിന്റെ കുഞ്ഞുമായി മീറ്റിംഗിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അവർ വളരെ വിശാലമായ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾക്ക് ശേഷം അവരെല്ലാവരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഈ ഗ്രിഗറിയുടെ കുഞ്ഞിനെ മക്രീന എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുള്ള ഒരു സഹോദരിയാണ് മക്രീന. ഇളയ മക്രീന എന്നുമാണ് അവൾ അറിയപ്പെടുന്നത്. മക്രീന ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ആ കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് ഗ്രിഗറിയുടെ കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് ചുംബിക്കാനായി ഇങ്ങനെ ചുംബനത്തിനായി ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ട് കുഞ്ഞിന്റെ കണ്ണ് ഇങ്ങനെ വീർത്തിരിക്കുകയും കണ്ണിലൊരു പാട വന്നിട്ട് കണ്ണ് കാണുവാൻ കഴിയാത്ത രീതിയിൽ വെളുത്ത അവസ്ഥയിലായിരിക്കുകയും ചെയ്തത് അവൾ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമം തോന്നി. അവൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മരുന്ന് എൻ്റെ വീട്ടിലുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ സൗഖ്യമാകാൻ പറ്റുന്ന ഒരു മരുന്ന് എൻ്റെ ഭവനത്തിൽ ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് പോകരുത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, മീറ്റിംഗിന് ശേഷം ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരിക. നമുക്ക് ഡിന്നർ അവിടെ ഉണ്ട്, ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ച ശേഷം കുറച്ച് സമയം പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ ഈ മരുന്ന് തരാം. ആ മരുന്ന് നിങ്ങൾ കൊണ്ടുപോയി കുഞ്ഞിന് അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ണിന്റെ അസ്വസ്ഥതകൾ മാറുവാനായിട്ട് ഇടയാണെന്ന് പറഞ്ഞ് അവരെ നിർബന്ധിച്ചു. മക്രീനയുടെ നിർബന്ധപ്രകാരം ആരാധനയ്ക്ക് ശേഷമാണ് രാത്രി യോഗത്തിൽ വീണ്ടും അവർ സംബന്ധിക്കുകയും അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും സന്തോഷകരമായ അനുഭവങ്ങളിൽ കൂടെ അവർ പോയി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഭക്ഷണം കഴിച്ച് അവർ യാത്രയായി. അവർ തിരിച്ച് ഗ്രിഗറി തന്റെ കുടുംബമായി വരുന്ന സമയത്ത് അവർ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട ദേവദാസിയാണ്. അവളോട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്ക് കഴിഞ്ഞല്ലോ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം, എത്ര സന്തോഷകരമായ അനുഭവം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു വന്നപ്പോൾ പെട്ടെന്ന് ഗ്രിഗറിയുടെ ഭാര്യ പറഞ്ഞു, അയ്യോ നമ്മളൊരു കാര്യം വിട്ടുപോയി. നമ്മൾ എന്തിനാണ് ആ വീട്ടിൽ പോയത്? ഭക്ഷണം കഴിക്കാനല്ല വീട്ടിൽ പോയത്. സഭായോഗത്തിൽ അങ്ങനെ ആ മീറ്റിംഗിലൊന്നും സംബന്ധിക്കാനല്ല പോയത്. അവൾ പ്രത്യേകമായ ഒരു കാര്യം നമ്മളോട് പറഞ്ഞത് എന്തായിരുന്നത്? മരുന്ന് അല്ലേ? നമ്മുടെ കുഞ്ഞിന്റെ കണ്ണിന് സൗഖ്യമാകുന്ന ഒരു മരുന്ന് അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അത് വാങ്ങിക്കാൻ നമ്മൾ മറന്നുപോയല്ലോ ഭയപ്പെട്ട് അവര് എക്സൈറ്റഡ് ആയിട്ട് അവർ പറഞ്ഞു, നമ്മുടെ വാഹനം തിരിച്ചു വിട്ടിട്ട് അവരുടെ വിമാനത്തിൽ പോയിട്ട് ആ മരുന്ന് വാങ്ങാമെന്ന് അവർ ചിന്തിക്കുകയും വാഹനം തിരിക്കുന്ന സമയത്ത് ആയുടെ കയ്യിലിരുന്ന കുഞ്ഞിലേക്ക് അവരുടെ കണ്ണ് പതിയുകയും അവർ ശ്രദ്ധിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് അത്ഭുതപ്പെട്ടു പോയി. ആ കുഞ്ഞിന്റെ കണ്ണിൽ ഒരു പാടയോ വെളുത്ത നിറത്തിലുള്ള
എന്തെങ്കിലുമോ നീരോ ഒന്നുമില്ലാതെ പരിപൂർണമായ സൗഖ്യമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് നടന്ന സംഭവമാണ്, സഭാചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള സംഭവമാണ്, കഥയല്ല. പക്ഷെ ആ മക്രീന ഈ കുഞ്ഞിന് വേണ്ടി സ്പെഷ്യലായി കരം വെച്ച് പ്രാർത്ഥിച്ചൊന്നുമില്ല, അല്ലേ? അവർ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. ഭക്ഷണത്തിന് ശേഷം കോമൺ ആയിട്ടുള്ള പ്രാർത്ഥന മാത്രം നടത്തിയുള്ളൂ. സ്പെഷ്യലായിട്ടൊരു മരുന്ന് ഒന്നും അവൾ കരുതിയിരുന്നില്ല. അവളെ വിളിച്ച്, മക്രീനെ വിളിച്ച് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു, പ്രാർത്ഥനയായിരുന്നു ഇതിന്റെ മരുന്ന്. സ്പെഷ്യലായി ഒരു മരുന്നുമില്ല, പ്രാർത്ഥനയായിരുന്നു ഇതിന്റെ മരുന്ന്. ഈ പ്രാർത്ഥിക്കാൻ സെപ്പറേറ്റ് അവളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തില്ല. പക്ഷെ അവളുടെ ഭവനത്തിൽ ഉണ്ടായിരുന്ന ആത്മീയ അന്തരീക്ഷത്തിന്റെ നടുവിൽ, ആരാധനയുടെ നടുവിൽ ഈ കുഞ്ഞ് പരിപൂർണമായി സൗഖ്യമായി. പ്രൈസ് ദി ലോർഡ്. സഭാചരിത്രത്തിൽ നടന്നൊരു സംഭവമാണ്. ഇതിപ്പോ നമ്മൾ കേട്ടിട്ടെന്താ പ്രയോജനം എന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാമായിരിക്കാം. എങ്കിലും നമുക്ക് വിശ്വസിക്കുവാൻ വകുപ്പുണ്ട്. സ്പെഷ്യലായി തലയിൽ കൈവച്ചൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നില്ല. നമ്മുടെ ആത്മീയ അന്തരീക്ഷത്തിനകത്ത്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഈ ആത്മീയ അന്തരീക്ഷത്തിനകത്ത് സൗഖ്യമാക്കുവാൻ കരം നീട്ടുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നുണ്ട്. കരമടിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചാണ്ട് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, നമ്മെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം, നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവം, നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഈ അന്തരീക്ഷത്തിനകത്ത് ഈ രാത്രിയിൽ സൗഖ്യമാകുവാൻ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. നമ്മുടെ വിശ്വാസപരമായി ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. വേഗത്തിൽ നമ്മുടെ പ്രഭാഷണത്തിലേക്ക്, വചനത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന പോസ്റ്റ്മോട്ടുകൾ 23:11 കർത്താവ് രാത്രി അവരോട് പറയൂ, ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് പറയുവാനിടയായിരുന്നു. ഇതിന്റെ ഭാഗങ്ങൾ നമ്മുടെ 20-ാമത്തെ 21-ാമത്തെ അധ്യായം തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ഇങ്ങനെ കർത്താവ് സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. നോക്കണമേ, പൗലോസിന്റെ ദൈവം ശക്തമായി ഉപയോഗിച്ച് നമുക്കറിയാം. പൗലോസിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഉപയോഗിച്ച സമയത്ത് യഹൂദന്മാരും ചിലരുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞു. യഹൂദന്മാർ അവർ ദേവാലയത്തിൽ പോകുന്നവരായിരുന്നു, കുഞ്ഞുങ്ങളെ പരിച്ഛേദന കഴിപ്പിക്കുന്നവരായിരുന്നു, ദേവാലയത്തിൽ പോകുന്നവരായിരുന്നു. പക്ഷേ മഹാപുരോഹിതന്മാരുടെ ഒരു കൂട്ടം ഈ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതും ദൈവസഭയോട് ചേരുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതാണ്, അല്ലെ? അങ്ങനെ യഹൂദന്മാരും ചിലരും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുവാനിടയായിരുന്നു. യെരൂശലേമിലേക്ക് പൗലോസ് തിരികെ വരുമ്പോൾ പൗലോസിനെ സമീപിച്ച സഹോദരന്മാർ പൗലോസിന്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ഇടയിൽ ജാതികൾ മാത്രമല്ല യഹൂദന്മാരായിട്ടുള്ള ചില സഹോദരന്മാരുമുണ്ട്. അവരൊക്കെ വിശ്വസിച്ച് സ്നാനപ്പെട്ടവരാണ്. കാരണം അവർക്ക് നമ്മുടെ കൂടെ വരേണ്ടതായിട്ടുള്ള കാര്യമില്ല. അവർക്ക് ദേവാലയം കൊണ്ട് ആരാധിക്കുവാൻ അവർക്ക് ആരാധന സൗകര്യമുണ്ട്. ഈ വിശ്വാസത്തിലേക്ക് വരേണ്ട കാര്യമൊന്നും അവർക്കില്ല. പക്ഷേ അവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മുടെ നടുവിൽ ചില യഹൂദ സഹോദരന്മാരും ഉണ്ട്. അതുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ പരിച്ഛേദന കഴിക്കുന്നുണ്ട്, അവർ ദേവാലയത്തിൽ പോകുന്നുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങൾ അവർ ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിലും, ഭവന സഭകളായിരുന്നു അന്ന് കൂടുതലും ഉണ്ടായിരുന്നത്, അവർ സംബന്ധിക്കുന്നുണ്ടെങ്കിലും അവരും ദേവാലയത്തിലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ പൗലോസിനോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഇടയിൽ ഈ യഹൂദ സഹോദരന്മാരുണ്ടെന്ന കാര്യം പൗലോസിനോട് സംസാരിച്ചപ്പോൾ പൗലോസിനോട് ഇവരൊരു സാജഷൻ പറഞ്ഞു. നമ്മുടെ ഇടയിൽ 4 പുരുഷന്മാരുണ്ട്. ശുദ്ധീകരണ നിയമപ്രകാരം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങൾ ദേവാലയത്തിലുണ്ട്. അതുകൊണ്ട് നീയും ശൗര്യമൊക്കെ ചെയ്തിട്ട് ഈ പുരുഷന്മാരോട് ചേർന്ന് ദേവാലയത്തിൽ ഒന്ന് പോകാനായിട്ട് പറഞ്ഞു. കാരണം നമ്മുടെ കൂടെ സഹോദരന്മാർ, പൗലോസിന്റെ പ്രത്യേകത, ആരെങ്കിലും വിശ്വാസത്തിലേക്ക് വരുവാൻ ജാതികളായിരിക്കുന്നെങ്കിൽ ജാതികളോടുകൂടെ ഇടകലർന്ന് അവരുടെ സ്വഭാവമല്ല സ്വീകരിക്കുന്നത്, അവരുടെ രീതികളൊക്കെ സ്വീകരിച്ച് അവരെ കൂടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് പൗലോസ്. അപ്പോൾ യഹൂദന്മാരുടെ ഇങ്ങനെ ഒരു അനുഭവത്തിൽ സഹോദരന്മാർ ഇങ്ങനെ ആവശ്യം ഉന്നയിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞ് മനസ്സോടെ ആയിരിക്കത്തില്ല. പൗലോസ് ദേവാലയത്തിൽ പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യെരൂശലേം ദേവാലയത്തിൽ. പക്ഷെ യെരൂശലേം ദേവാലയത്തിൽ
യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ഇതിന്റെ പിന്നിൽ. ഈ ദേവാലയത്തിൽ, യെരുശലേം ദേവാലയത്തിൽ വീണ്ടും പൗലോസ് ചെല്ലണമെന്നും പൗലോസിനെ അവിടെ വെച്ച് പിടിക്കപ്പെടണമെന്നും ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ അവൻ നിൽക്കണമെന്നും മഹാപുരോഹിതന്മാർ ഉൾപ്പെടെയുള്ളവരോട് അവൻ പരിശുദ്ധാത്മാവിൽ ദൈവവചനം സംസാരിച്ച് തന്റെ അനുഭവങ്ങളിൽ നിന്ന് വിടുവിച്ച അനുഭവങ്ങളിൽ നിന്ന് സാക്ഷീകരിക്കണമെന്നും ദൈവം ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ദൈവം ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ചിലത് നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെ സംഭവിച്ചെന്ന് ചിന്തിച്ചാലും അത് ദൈവത്താൽ സംഭവിക്കുന്നതായിരിക്കും. ദൈവം ചിലടത്ത് ദൈവത്തിനെ ഉയർത്തുവാൻ, നമ്മിൽ കൂടെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം ആ കാര്യങ്ങളെ ദൈവം അങ്ങനെ ക്രമീകരിക്കുന്നത് കൊണ്ടും അങ്ങനെ സംഭവിക്കാം. അപ്പൊ പൗലോസ് ഒരുപക്ഷെ മനസ്സിൽ ചിന്തിച്ച് കാണും, വീണ്ടും പോയി ശുദ്ധീകരണ നിയമപ്രകാരമൊക്കെ വഴിപാട് കഴിക്കാനാണ് പോകുന്നത്, ദേവാലയത്തിലേക്ക് പോകണമെന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് കാണും. പക്ഷെങ്കിൽ പൗലോസ് അവരുടെ സഹോദരന്മാരുടെ ആഹ്വാനം കേട്ട് പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ യെരുശലേം ദേവാലയത്തിൽ വെച്ച് പൗലോസിനെ കണ്ടപ്പോൾ യഹൂദന്മാർ ചേർന്ന് വന്നിട്ട് പൗലോസിനെ പിടിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ശതാധിപൻ പൗലോസിനെ അടിക്കുവാൻ തുടങ്ങുമ്പോൾ, റോമ പൗരനായിരിക്കുന്ന എന്നെ നീ വിസ്താരം കൂടാതെ അടിക്കുന്നത് വിഹിതമോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ അവനെ വാറുകൊണ്ട് കെട്ടിയെങ്കിലും അടിക്കാതെ വിട്ടായിരുന്നു കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഈ സഹസ്രാധിപൻ തനിക്കുള്ള മുതൽ കൊടുത്തിട്ട്, പണം കൊടുത്തിട്ടാണ് റോമ പൗരത്വം വാങ്ങിച്ചത്. എന്നാൽ പൗലോസിനെ സംബന്ധിച്ചുകൊണ്ട് താൻ ജനിച്ചപ്പോൾ തന്നെ, ജനിച്ച അവസ്ഥയിൽ തന്നെ റോമ പൗരനായിട്ടാണ് ജനിച്ചത്. അവൻ സഹസ്രാധിപൻ അതിശയത്തോടെ പറയുന്നുണ്ട്, ഞാനിത് പണം കൊടുത്താണ് ഈ സ്ഥാനം വാങ്ങിച്ചത്, നീയോ ജനിച്ചപ്പോൾ മുതൽ അങ്ങനെയുള്ളവനായതുകൊണ്ട് റോമ പൗരനെ അടിക്കുവാൻ വിഹിതമല്ലാത്തത് കൊണ്ട് അവനെ അടിക്കാതെ സംരക്ഷിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അന്ന് രാത്രിയിൽ പൗലോസിനോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഭാഗമാണ് രാത്രിയിൽ കർത്താവിന്റെ അടുക്കൽ ഒന്ന് ധൈര്യമായിരിക്കാൻ പറയുന്നത്. നമുക്കറിയാം, സാമുദായിക സഭകളിൽ നിന്നൊക്കെ നമ്മൾ വേർപെട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ മർത്തോമക്കാരൻ, ഓർത്തഡോക്സുകാരൻ ഒക്കെ കാണുമ്പോൾ അവരുമായിട്ട് ആത്മീയമായ ഡിസ്കഷനുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു? കുഞ്ഞുങ്ങളെ മാമോദീസ വെക്കരുത്, അത് ദൈവത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല, അല്ലേ? ഒരു കുഞ്ഞിനെ പോലും സ്നാനപ്പെടുത്തിയതായിട്ട് ദൈവത്തിലില്ല. അതുകൊണ്ട് മാമോദീസ തെറ്റാണെന്ന് നമ്മൾ പറയും, അല്ലെ? സ്നാനമാണ് സത്യം, അല്ലെ? വിശ്വസിച്ചുകൊണ്ടുള്ള സ്നാനമാണ് സത്യം. മാമോദീസ തെറ്റാണ് എന്ന് പറയും. അതുപോലെ പൗലോസും ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന സമയത്തിൽ പൗലോസിനെ കുറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. പൗലോസ് യഹൂദന്മാരുടെ കുഞ്ഞുങ്ങളെ പരിച്ഛേദന കഴിക്കരുതെന്ന് പറഞ്ഞിരുന്നു. ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം വിലയില്ലാത്തതായി, വില കുറഞ്ഞതായി പൗലോസ് പ്രസംഗിക്കുന്നെന്ന് അവർ പറഞ്ഞു. പൗലോസ് ഇവിടെ പ്രസംഗിച്ചിട്ടില്ല. ന്യായപ്രമാണത്തെക്കാൾ വലിയവനുണ്ടെന്നാണ് പൗലോസ് പ്രസംഗിച്ചത്. പക്ഷെ അവിടെ ന്യായപ്രമാണത്തെ ചെറുതാക്കി കാണിക്കുന്ന ഒരു ചിന്തയും യഹൂദന്മാരുടെ ഇടയിൽ ഉള്ളത് കൊണ്ടാണ് ഈ സഹോദരന്മാർ പറഞ്ഞത് ദേവാലയത്തിൽ പോയി ഒരു വഴിപാടൊക്കെ നടത്ത്. അവർക്ക് ചിലപ്പോൾ സന്തോഷമാണെന്ന് കരുതിയിട്ടാണ് ദേവാലയത്തിൽ പോയത്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നത്, ദൈവം അവനെ കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിക്കാൻ ആഗ്രഹിച്ചിരുന്നത് കൊണ്ടാണ് അത് സംഭവിച്ചത് കാണാൻ കഴിയുന്നുണ്ട്. പൗലോസിന്റെ ജീവിതത്തിൽ നടന്ന ചില ദൈവിക വിടുതലുകൾ, ദൈവത്താൽ നടന്ന ചില പ്രൊട്ടക്ഷനുകൾ, അത്ഭുതങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 23-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ 23-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഈ പതിയിരിപ്പിനെ കുറിച്ച് പൗലോസിന്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് മുഴുവൻ വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കരാഗ്രഹത്തിലായിരുന്ന സമയത്ത് വിസ്താരം വെയിറ്റ് ചെയ്തുകൊണ്ട് പൗലോസായിരിക്കുന്ന സമയത്താണ് കർത്താവ് ഇറങ്ങി വന്നവനോട് സംസാരിക്കുകയാണ്. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നെന്നായിരുന്നു. ഇതിലെ ദൂതൻ പോലുമല്ല, കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കാം എന്ന് പറയുന്നു. ധൈര്യമായിരിക്കാം എന്ന് പറഞ്ഞിട്ട് യെരുശലേമിൽ പ്രസംഗം ചെയ്തു. അത് 22-ാമത്തെ അധ്യായത്തിലുള്ള സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളവരെ, എനിക്ക് നിങ്ങളോടുള്ള പ്രതിവാദം കേട്ടുകൊള്ളുവീൻ എന്ന് തുടർന്നുള്ള ഭാഗങ്ങളിൽ പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച ദമസ്കോസിന്റെ പടിവാതിക്കൽ മുതൽ ദൈവം തന്നെ സ്പർശിച്ചത് മുതൽ അന്യാസം തന്നെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും സ്നാനപ്പെടുന്നതും പരിശുദ്ധാത്മാവിൽ ദൈവാത്മാവിൽ പ്രയോജനപ്പെടുന്നതും ഒക്കെയുള്ള ഭാഗങ്ങൾ 22-ാം
യെരൂശലേമിൽ താൻ സാക്ഷീകരിക്കുകയാണ്. എന്നിട്ടാണ് രാത്രിയിൽ ദൈവം പറഞ്ഞു, നീ അങ്ങനെ പരിശുദ്ധാത്മാവിൽ സാക്ഷീകരിച്ചതുപോലെ എവിടെയും നിൽക്കണം, റോമയിലും സാക്ഷീകരിക്കണം. വാഗ്ദത്തം ഏതാണ്? യെരൂശലേമിൽ ഓൾറെഡി അവൻ പ്രസംഗിച്ചു. ഇനി എവിടെ പ്രസംഗിക്കണം? റോമയിൽ പ്രസംഗിക്കണം. ഇത് ആരാണ് പറഞ്ഞത്? കർത്താവാണ് അവനോട് പറഞ്ഞത്, ധൈര്യമായിരിക്കാം. ഒരു വാഗ്ദത്തം താൻ കേട്ടു, ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് ദൂതൻ മുഖാന്തരമല്ല, കർത്താവ് തന്നെ അവനോട് അരുളി ചെയ്യുന്നു, ധൈര്യമായിരിക്കെ, നീ യെരൂശലേമിൽ സംസാരിച്ചതുപോലെ റോമയിൽ സംസാരിക്കണം. എന്നാൽ ആ ഭാഗം വായിക്കുന്നതിന് തൊട്ടു താഴെ നമുക്ക് പദം കാണാൻ കഴിയുന്നുണ്ട്. എപ്പോഴാണോ കർത്താവ് അവന്റെ മുമ്പിൽ വന്ന് നീ റോമയിൽ എന്നെ കുറിച്ച് സാക്ഷീകരിക്കുമെന്ന് പറഞ്ഞതോ, അതിന്റെ തൊട്ടു താഴെ 40-ൽ അധികം യഹൂദന്മാർ ചേർന്ന് ഒരു ശബ്ദം ചെയ്യുകയാണ്, പൗലോസിനെ കൊന്നിട്ടല്ലാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയില്ല, വെള്ളം രുചിക്കുകയില്ല. അവർ ഫാസ്റ്റിംഗ് എടുക്കാൻ തുടങ്ങി. 40 യഹൂദന്മാർ ചേർന്ന് ഫാസ്റ്റിംഗ് എടുത്തിട്ട് പറയുന്ന പൗലോസിനെ കൊല്ലണം. ദൂതനാണ് യെരൂശലേമിൽ നിന്നതുപോലെ നീ റോമയിൽ പ്രസംഗിക്കാൻ പോകുന്നതാണ് ദൂതൻ. പക്ഷേ അവന് വിരോധമായി 40 പേര് എഴുന്നേറ്റു. 40 പേര് എഴുന്നേറ്റ് പറഞ്ഞ് അവനെ കൊല്ലുക തന്നെ, അവനെ കൊന്നിട്ട് അവനെ കൊല്ലുന്നത് വരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയില്ല. അവർ തീരുമാനിച്ചു, ഉറപ്പിച്ച ശബ്ദം ചെയ്തു. ഇവിടെ പൗലോസിന്റെ കുടുംബ പശ്ചാത്തലത്തെക്കൊന്നും അധികമൊന്നും ദൈവത്തിൽ പ്രതിപാദിക്കുന്നത് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ അധികം ശ്രദ്ധിക്കാതിരിക്കുന്ന പൗലോസിന്റെ ഒരു ബന്ധുവിനെ പരിശുദ്ധാത്മാ വചനത്തിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നു. പൗലോസിന്റെ പെങ്ങളുടെ മകൻ. ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? 40 യഹൂദന്മാർ ചേർന്ന് ഭക്ഷണമോ വെള്ളമോ കഴിക്കാതെ അവർ ഒരു തീരുമാനമെടുക്കുകയാണ്, പൗലോസിനെ സഹസ്രാധിപന്റെ അടുത്ത് നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതിന് ശേഷം ഇവരെ കൊന്നുകളയുക എന്നുള്ളൊരു പദ്ധതിക്കായി അധികം സൂക്ഷ്മത്തോട് വിചാരണ ചെയ്യുന്നതിനായി വീണ്ടും സഹസ്രാധിപന്റെ അണ്ടറിലാണ് ഇവൻ. എങ്ങനെയാണ് സഹസ്രാധിപന്റെ അണ്ടറിലായെന്നറിയാമോ? റോമ പൗരനായപ്പോൾ ഇവരെ അവൻ അടിക്കാതെ സഹസ്രാധിപൻ കെയർ ചെയ്ത് അവനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ സഹസ്രാധിപന്റെ അടുത്ത് നിന്ന് വീണ്ടും ഇവനെ അധികമായി വിസ്താരം ചെയ്യാനുള്ള ഭാവത്തിൽ ഇവനെ കൊണ്ടുവരുമ്പോൾ അവനെ കൊന്നു കളയാൻ വേണ്ടി 40 യഹൂദന്മാർ തയ്യാറായി നിൽക്കുകയാണ്. വാഗ്ദത്തം റോമിൽ ചെല്ലുമെന്നാണ്. റോമിൽ ചെല്ലുന്ന വാഗ്ദത്തത്തിന് വിരോധമായി ശത്രു 40 യഹൂദന്മാരെ ഒരുക്കി ഭക്ഷണം പോലും കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വിടുതൽ നമുക്ക് അവിടെ കാണുന്നുണ്ട്. നാം ആരും ശ്രദ്ധിക്കാത്ത ഒരു മനുഷ്യൻ ദൈവത്തിലെങ്ങും കുടുംബ പശ്ചാത്തലത്തെ കുറിച്ച് വിശദമായിട്ടൊന്നും എഴുതാതിരിക്കുമ്പോൾ പൗലോസിന്റെ പെങ്ങളുടെ മകനെ കുറിച്ച് 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. പൗലോസിന്റെ പെങ്ങളുടെ മകൻ ഇത് കേട്ടിട്ട് കോട്ടയിൽ കടന്ന പൗലോസിനെ അറിയിച്ചു. പൗലോസ് ശതാധിപന്മാരെ ഒരുത്തരെ വിളിച്ച് ഈ യൗവനക്കാരന് സഹസ്രാധിപനോട് ഒരു കാര്യം അറിയിപ്പാനുണ്ടെന്ന് പറഞ്ഞു. നോക്കണമേ, കൊന്നുകളയാനുള്ള ഈ പദ്ധതിയെ കുറിച്ച് പൗലോസിന്റെ പെങ്ങളുടെ മകൻ അറിഞ്ഞ് സഹസ്രാധിപനെ അറിയിച്ചു. 22-ാമത്തെ വാക്യത്തിലേക്ക് നോക്കട്ടെ. ഇത് റോമിലേക്ക് പോകണമെന്ന് രാത്രി അവനോട് ഇറങ്ങി വാഗ്ദത്തം ചെയ്ത് സംസാരിച്ചത് ദൈവമാണ്. എന്നാൽ അതിന് വിരോധമായ യഹൂദന്മാർ വഴിമധ്യേ അവനെ കൊന്നുകളയാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്റെ പെങ്ങളുടെ മകനെ എഴുന്നേൽപ്പിച്ച് സഹസ്രാധിപന്റെ അടുത്തയച്ച് സഹസ്രാധിപനെ കൊണ്ട് ക്രമീകരണം ചെയ്തൊരു ദൈവം. നോക്കണമേ, കൊന്നുകളയാൻ ഭാവിച്ചവർക്ക് എത്ര പേരാ പ്രൊട്ടക്ഷന് പോകുന്നത് നോക്കിയേ. വായിച്ചോണ്ട് കൈസരിക്ക് പോകുവാൻ 200 കാലാള്, 70 കുതിരച്ചേവകര്, 200 കുന്തക്കാര് ഒരുക്കുവിൻ. പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫെലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നോട് വാഗ്ദത്തം ചെയ്തത് റോമിൽ നീ ദൈവത്തെ സാക്ഷീകരിക്കുമെന്നാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 40 അല്ല 100 യഹൂദന്മാർ വിചാരിച്ച നിന്നെ വഴിമത്തെ കൊന്നുകളയാൻ പറ്റത്തില്ല. ഇത് ദൈവത്തിന്റെ വാഗ്ദത്ത ദൂതാണ്. അത് നിവർത്തികരിക്കാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. അധികം ശ്രദ്ധിക്കാത്ത ഒരു മനുഷ്യനെ കൊണ്ട് അധികം
പരാമർശിച്ചിട്ടില്ലാത്ത പെങ്ങളുടെ മകനെ കൊണ്ട് ദൈവം ഇത് ചെയ്യിപ്പിച്ചു. അതെ, ഞാൻ കൂടി കൂടെ പറയാൻ പോവുകയാണ്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത വ്യക്തികളെ കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനകത്ത്, ജോലിക്കകത്ത്, ഭാവി ജീവിതത്തിൽ അത്ഭുതത്തെ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഞാൻ എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ഏകദേശം 12 വർഷമാവുക. ഈ നവംബർ ആകുമ്പോൾ ഞാൻ റെക്സലൻസിലായിരുന്നു 2 വർഷം വർക്ക് ചെയ്തത്. 12 വർഷമാകുവാണ് ഈ കമ്പനിയിൽ ഞാൻ നവംബർ ആകുമ്പോൾ. ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ കാരണമായി തീർന്ന 2 വ്യക്തികൾ, അവർ ജന്മത്തിൽ എനിക്ക് ഉപകാരം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചല്ല, പക്ഷെ അവരിൽ കൂടാണ് ദൈവം എനിക്ക് വഴി തുറന്നത്. 12 വർഷം ഈ കമ്പനി ജോലി ചെയ്യുവാൻ ഞാൻ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ കൂടെ, ചിന്തിക്കാത്ത വ്യക്തികളിൽ കൂടെ, സ്വപ്നം കാണാത്ത വ്യക്തികളിൽ കൂടെ ദൈവം വഴിയൊരുക്കി. അങ്ങനെ ഇന്ന് രാത്രി വിശ്വസിച്ചാട്ടെ, ദൈവം വാഗ്ദത്തം ചെയ്തതാണെങ്കിൽ, ദൈവം കൽപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ, നിങ്ങളുടെ പ്രതീക്ഷിക്കാത്ത, സ്വപ്നം കാണാത്ത വഴികളെ ദൈവം ഒരുക്കി. അതുകൊണ്ട് വിശ്വസിക്കുന്നുണ്ട്. ഇതിനകത്ത് ജോലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ബിസിനസ്സിന് വർദ്ധനയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ഒന്ന് വിശ്വസിച്ചാട്ടെ. ചില വഴികൾ പിശാചിന്റെ മുമ്പിൽ കൊട്ടിയടച്ചാലും ചിലരില്ലാതെ വഴികളും നിന്റെ ഭാവിയെ തകർക്കുവാൻ, നിന്റെ ആരോഗ്യത്തെ തകർക്കുവാൻ, നിന്റെ ജോലിയെ തകർക്കുവാൻ, നിന്റെ നന്മകളെ ഒളിക്കുവാൻ പൈശാചിക ശക്തികൾ, ദുഷ്ടാത്മാക്കൾ ഒപ്പം കൂടുമ്പോൾ വാഗ്ദത്തത്തെ നിവർത്തീകരിപ്പാൻ, praise the Lord, വാഗ്ദത്തത്തെ നിവർത്തീകരിപ്പാൻ വ്യക്തികളോട് ഇടപെട്ട് നിന്റെ അടുക്കൽ അയക്കുന്ന ഒരു ദൈവമുണ്ട്. Praise the Lord. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നയമാനെ കുറിച്ച് നമുക്കറിയാം, എല്ലാം ചിന്തിക്കാനുള്ള സമയമില്ല. നയമാനെ കുറിച്ച് അറിയാം അല്ലേ? അരാം രാജാവിന്റെ സേനാധിപതിയായിരുന്നു നയമാൻ അല്ലേ? പരാക്രമശാലിയായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. എന്താ? ഷട്ടൂരാൻ പറ്റത്തില്ല അല്ലേ? Praise the Lord. ഷട്ടൂരി വെളിയിലിട്ട് ഇട്ട ഷർട്ട് ഒന്ന് എന്താ പറയുന്നത്, ഒന്ന് അലക്കിയിട്ട് വെളിയിലുള്ള അയവള്ളിയിലൊന്നും ഇടാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ശരീരം മുഴുവൻ എന്താ? വ്രണം കൊണ്ട് നിറഞ്ഞിരിക്കുക, കുഷ്ഠരോഗം കൊണ്ട് നിറഞ്ഞിരിക്കുക. പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. പക്ഷെങ്കിൽ ഈ നയമാൻ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ കൊണ്ടുവന്നു. തന്റെ വീട്ടിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഈ ചെറിയ പെൺകുട്ടി തന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ ചെറിയ പെൺകുട്ടിയുടെ പണി എന്താ? അടിമയായി പിടിച്ചുകൊണ്ട് വന്നൊരു പെൺകുട്ടി. അടിമയായി. അപ്പൊ എത്രത്തോളം ഒക്കെ പ്രയോറിറ്റി കൊടുക്കും ഒരു വീട്ടില് അല്ലെ? വേറൊരു രാജ്യത്തിൽ നിന്ന് യുദ്ധത്തിന് കാരണമായി അടിമയായി പിടിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിക്ക് ആ വീട്ടിൽ എത്ര പ്രാധാന്യം കാണും അല്ലെ? അവരുടെ ഡ്രസ്സുകൾ അലക്കേണ്ടി വരും, ആ തറയൊക്കെ തുടയ്ക്കേണ്ടി വരും, സാധനങ്ങളൊക്കെ ക്രമീകരിക്കേണ്ടി, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. നോക്കണേ എത്ര പ്രയോറിറ്റി ആണ്. ഒരു പ്രയോറിറ്റി, പ്രത്യേകിച്ച് പ്രയോറിറ്റി ഒന്നും ആ പെൺകുട്ടിക്കില്ല. പക്ഷേ ഇസ്രായേലിൽ വസിച്ച് അവർക്കൊരു കാര്യം അറിയാമായിരുന്നു. ഹല്ലേലൂയ. എന്റെ ദേശത്ത് സർവശക്തനായ ഒരു ദൈവമുണ്ട്. യഹോവ എന്നാണ് അവന്റെ നാമം. എൽ ശദായായിരിക്കുന്ന ഒരു ദൈവം, സർവശക്തനായിരിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ നാമം ചൊല്ലുമ്പോൾ ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഹല്ലേലൂയ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഹല്ലേലൂയ അവനാൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു എലീശ പ്രവാചകൻ. Praise the Lord. Hallelujah. ഈ പെൺകുട്ടി പറഞ്ഞു, എന്നെ അധികം സംസാരിക്കാൻ അനുവദിക്കേണ്ട, ഒരൊറ്റ കാര്യം ഞാൻ പറയാം. ഇസ്രായേൽ ദേശത്ത്, ഞങ്ങളുടെ ദേശത്ത് യഹോവയുണ്ട്. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരു പ്രവാചകനുണ്ട്. നീ അവന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ മതി, നിന്റെ കുഷ്ഠം മാറും. വെളിപ്പെട്ട സൗഖ്യം തുടങ്ങിയത് എവിടാ? എലീശയിലല്ല തുടങ്ങിയത്. പിടിക്കപ്പെട്ട ഇസ്രായേൽ അടിമ പെൺകുട്ടിയിൽ കൂടെ ദൈവത്തിന്റെ പദ്ധതി ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുമ്പോൾ
Praise God. Hallelujah. ഇവത്തിന് അത്ഭുതം ചെയ്യാൻ എത്ര നേരം വേണല്ലേ? Hallelujah. ഒരിടത്തും പരാമർശിക്കാതിരുന്ന പെങ്ങളുടെ മകൻ പെട്ടെന്ന് ഇത് കേൾക്കുക. Praise the Lord. 40 യഹൂദന്മാർ വഴിമധ്യേ തകർത്ത് കളയാൻ ശ്രമിച്ച പൗലോസ് ഫെലിക്സിന്റെ മുമ്പിൽ ദൈവത്തോട് സംസാരിച്ചു. കാരണം എന്താണെന്ന് അറിയാമോ? കാരാഗ്രഹത്തിൽ ദൈവം അവനോട് പറഞ്ഞു, നീ ഇന്നലെ പ്രസംഗിച്ച അതേ പ്രസംഗം യെരൂശലേമിൽ സംസാരിച്ച അതേ ദൂതുകൾ ഫെലിക്സിന്റെ മുമ്പിൽ സംസാരിക്കേണ്ടതുണ്ട്. ഇതെന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് നീ എങ്കിൽ, ദൈവത്തിന്റെ പദ്ധതിയുടെ അകത്ത് നീ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ശക്തിക്കും സാഹചര്യങ്ങളെ ക്രമീകരിപ്പാനിടയാകും. ഹല്ലേലൂയ. സംസാരിക്കണമെന്ന് സമയം വേഗത്തിൽ പോകുന്നല്ലോ. അപ്പോസ്തലപ്രവൃത്തികൾ 14-ാമത്തെ അധ്യായത്തിന്റെ 19-20 ഭാഗങ്ങളിലും കർത്താവിനാൽ സംഭവിക്കുന്ന ഒരു വിടുതൽ പൗലോസ് ജീവിതത്തിൽ കാണേണ്ടതാണ്. 14-ാം അധ്യായത്തിന്റെ എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യോയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇടിച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കുകയാൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർന്നബാസിനോടുകൂടെ ദെർബയ്ക്ക് പോയി. എനിക്ക് ഓർമ്മയുണ്ട്. 14-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു സംഭവം നടക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ജന്മന മുടന്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ ലുസ്ത്രയിലാണ്. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരു മനുഷ്യൻ. പക്ഷെ പൗലോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ വിശ്വാസത്തോടെ പൗലോസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വചനം വെളിപ്പെടുമ്പോൾ നല്ല പ്രസംഗമായിരുന്നു എന്ന് പറയുന്നവർക്കല്ല വിടുതൽ സംഭവിക്കുന്നത്. വചനം വെളിപ്പെടുമ്പോൾ അത് റിസീവ് ചെയ്യാനായിട്ട് എനിക്ക് വേണമെന്ന ആഗ്രഹത്തോടെ ഇരിക്കുന്നവർക്കാ വിടുതൽ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം കഴിഞ്ഞ ആഴ്ചത്തെ പോരായിരുന്നു, ഈ ആഴ്ചത്തെ കുറച്ചുകൂടെ നല്ലതായിരുന്നു. എന്നാലും 50 ആഴ്ചത്തേക്ക് അത്ര പോരായിരുന്നു. അങ്ങനെ പറയുന്നവരല്ല ദൈവത്തിന് രാത്രി ആവശ്യം. വെളിപ്പെടുന്ന വചനം റിസീവ് ചെയ്യുവാൻ തയ്യാറായിരിക്കുന്ന ഒരു കൂട്ടം. ശ്രദ്ധിക്കുക, പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ജന്മന മുടന്തനായ മനുഷ്യൻ, ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായിരിക്കുന്ന മനുഷ്യൻ പൗലോസിനെ നോക്കി. ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നു, അവനെ ഉറ്റുനോക്കിയിട്ട് സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്. അവൻ ഈ പെട്ടെന്ന് എഴുതാക്കാനല്ല പറഞ്ഞത്, അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് പൗലോസ് നിവർന്ന് നിൽക്കുക. വെളിപ്പെട്ട വചനം അന്തരീക്ഷത്തെ സൗഖ്യത്തിന്റെ ശക്തിയായി വ്യാപരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ വിശ്വസിച്ചത് റിസീവ് ചെയ്യാൻ തയ്യാറായിരുന്ന അവന്റെ മുഖം കണ്ടപ്പോൾ പൗലോസിന് മനസ്സിലായി. പൗലോസ് അടുത്ത ശബ്ദം നിവർന്ന് നിൽക്കുക. ഇങ്ങനെയാണ് വെളിപ്പെടുന്ന വചനത്തെ റിസീവ് ചെയ്യാൻ പറ്റുന്നത്. വെളിപ്പെടുന്ന വചനം അത് പ്രവൃത്തിയായി, ക്രിയേറ്റീവായി, മിറക്കിളായി നമ്മുടെ അകത്തേക്ക് വരണം. എന്നാലേ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ട വചനം അധിക ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. വചനം
രണ്ട് പേരുകൾ ബർന്നബാസിന് ഇന്ദ്രൻ എന്ന പേരും പൗലോസിന് ബുധൻ എന്നുള്ള പേരും കൊടുത്തിട്ട് അവരെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജാരികളൊക്കെ വന്നിട്ട് അവരെ ദൈവമായി സങ്കല്പിച്ച് ആരാധിക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് 15-ാമത്തെ വാക്യത്തിൽ പുരുഷന്മാരെ നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ സമസ്വഭാവമുള്ള മനുഷ്യരെ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ദൈവങ്ങൾ സമർപ്പിക്കാൻ പറയുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ വിടുതൽ നടന്നപ്പോൾ അവർ ദൈവങ്ങളിലേക്ക് താഴ്ത്തപ്പെടുകയും ഞങ്ങളല്ല ഇത് ചെയ്യുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യരാ, ദൈവമാണ് ഇത് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുക ചെയ്യുന്നുണ്ട്. എന്നാൽ 19-ാമത്തെ വാക്യം വരുമ്പോൾ വീണ്ടും ഈ പുരുഷാരം ഇളകുന്നു. അന്ത്യോക്യയിൽ നിന്ന് ലിക്യോനിയിൽ നിന്ന് യഹൂദന്മാർ കൂടി വന്ന് പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. നമ്മൾ ഈ ഭാഗം ചിന്തിച്ചതാണ്. പൗലോസ് മരണാസന്നനായി കിടക്കുകയാണ്. ചില വേദപണ്ഡിതന്മാർ പറയുന്ന പോലെ ഞാൻ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടു കൂടിയോ ശരീരം കൂടെയോ എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പൗലോസിന് സംഭവിച്ച ആ ഭാഗം ഈ സമയത്താണ് എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. ഈ പൗലോസ് ശരീരത്തോടു കൂടെയോ ശരീരം കൂടെയോ അറിയത്തില്ല, പക്ഷെ ദൂതന്മാർ സംസാരിക്കുന്ന ഭാഷ അവൻ കേട്ടു. അല്ലേ, 3-ാം സ്വർഗ്ഗത്തോളം അവൻ എടുക്കപ്പെട്ടു. പൗലോസ് മരണാസന്നനായി കിടക്കുമ്പോൾ അവനൊരു പദം എഴുതിയിരിക്കുകയാണ്. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് ബർന്നബാസിനോട് ചേർന്ന് ദർബയ്ക്ക് പോയി. മരണാസന്നനായി കിടക്കുന്ന പൗലോസിന്റെ അടുത്തേക്ക് ശിഷ്യന്മാർ വന്ന് ചുറ്റി നിന്നു. ഞാൻ ചിന്തിക്കുകയാണ്, എന്റെ ഒരു ചിന്തയാ, ചുറ്റി നിന്ന ശിഷ്യന്മാർ എന്താ പറഞ്ഞു കാണുന്നത്? ചുറ്റി നിന്ന ശിഷ്യന്മാർ എന്ന് പറഞ്ഞു കാണും. പൗലോസ് നോക്കി, അയ്യോ ഇവര് മനുഷ്യൻ നല്ല മനുഷ്യനായിരുന്നു, ശക്തനായ പ്രവാചകനായിരുന്നു, അപ്പോസ്തലന്മാരെക്കാളൊക്കെ ഉപയോഗിക്കപ്പെട്ട മനുഷ്യനായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ, മരിക്കാറായി, ആർന്ന് രക്തമെല്ലാം ഒഴുകി വല്ലാത്തൊരവസ്ഥയിലായി പോയല്ലോ നമ്മുടെ ഈ സഹോദരൻ. അങ്ങനെയാണ് പറഞ്ഞത്. ചുറ്റി നിന്നെങ്കിൽ അവരെന്ത് പറഞ്ഞു കാണും? അവര് ആത്മാവിൽ പ്രാർത്ഥിച്ചു കാണും. അല്ലേ, തകർന്നു കിടക്കുന്ന മരണാസന്നനായി കിടക്കുന്ന പൗലോസിനും ചുറ്റും അവർ നിന്നെങ്കിൽ അവർ ആത്മാവിൽ പ്രാർത്ഥിച്ചു കാണും. ഹല്ലേലൂയ. പൗലോസ് ഈ സമയത്ത് 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെടുകയും ചെയ്തു. തിരിഞ്ഞവൻ ശരീരത്തിൽ വന്ന് ദർബയ്ക്ക് പോയി. കാരണം എന്താണെന്നറിയാമോ? അവന്റെ സഹോദരന്മാരിൽ ഒരുത്തൻ മരണാസന്നനായി കിടക്കുമ്പോൾ അവൻ ഈ ഗതി വന്നല്ലോ എന്നവർ പറഞ്ഞത്. അവർ ആത്മാവിൽ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ അഭിഷക്തനെ മടക്കി തരിക. വിശ്വസിക്കാൻ കഴിയുമോ? അവൻ എഴുന്നേറ്റ് ദർബയ്ക്ക് ബർന്നബാസിനോടൊപ്പം പോയെന്നിരിക്കുന്നു. ഇന്ന് രാത്രി ഒന്ന് ചേർന്ന് വിശ്വസിക്കാൻ കഴിയുമോ? കൂട്ടായ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട്. മരണാസന്നമായ അവസ്ഥയിൽ നിന്ന് നമ്മെ എഴുന്നേൽപ്പിക്കുക. സഭയുടെ പ്രാർത്ഥനയ്ക്ക്, പുരുഷന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട്. വേദനയിലേക്ക് സമർപ്പിച്ച് എഴുന്നേറ്റാണ്ട് നാം ചേർന്ന് ആരാധിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. സമർപ്പിച്ചാട്ടെ. അധികം ഭാഗങ്ങളെ കൊണ്ടു കിടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സമയത്ത് മുമ്പിലില്ലല്ലോ. ഹല്ലേലൂയ. ഒരു കാര്യം രാത്രി മനസ്സിൽ ഉറപ്പിച്ചാട്ടെ. ഞാൻ പ്രതീക്ഷിക്കാത്ത, ഞാൻ ചിന്തിക്കാത്ത, ഞാൻ തീരുമാനിക്കാത്ത വ്യക്തികളെ എനിക്ക് വേണ്ടി ഒരുക്കുന്ന, എന്റെ അനുഗ്രഹത്തിലാക്കി കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മരുഭൂമിയിൽ അവന് വഴിയുണ്ട്, ചെങ്കടലിൽ അവന് വഴിയുണ്ട്, മാറയിൽ അവന് വഴിയുണ്ട്, യോർദാനിൽ അവന് വഴിയുണ്ട്. എന്റെ ദൈവത്തിന് വഴിയില്ലാത്ത ഒരു മേഖലകളില്ല. അവൻ ദാവീദിന്റെ താക്കോൽ കൈവശമാണ്. ആരടച്ചാൽ വരയ്ക്കുവാൻ കഴിയാത്ത, കഴിയാത്തവരായ സർവശക്തനായ ദൈവത്തെ, മരണത്തിന്റെയും ഭാരത്തിന്റെയും താക്കോൽ കൈവശമുള്ള ദൈവത്തെ ഇന്ന് രാത്രി സമർപ്പിച്ച് ആരാധിക്കുവാൻ കഴിയുമോ? ദൈവം നിന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിൽ സാക്ഷീകരിക്കുമെന്ന് ദൈവം ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര യഹൂദന്മാർ നിനക്കെതിരെ എഴുന്നേറ്റാലും അവരെ കൊണ്ട് തന്നെ, സഹസ്രാധിപരെ കൊണ്ട് തന്നെ നമ്മുടെ Jesus.
തീരുമാനിച്ചാലും, ഇസ്മായേൽ എന്റെ മുമ്പിൽ ജീവിച്ചാൽ മതി എന്ന് നീ തീരുമാനിച്ചാലും, ഞാനാണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടലിലെ മണൽ പോലെ നിന്റെ സന്തതിയെ ഞാൻ മാറ്റുമെന്ന് ഞാനാണ് വാഗ്ദത്തം ചെയ്തതെങ്കിൽ, നിന്റെ തീരുമാനമല്ല നടപ്പിലാകാൻ പോകുന്നത്, ചെയ്യാൻ നടപ്പിലാകാൻ പോകുന്നത് വാഗ്ദത്തമാണ്. ഇസ്ഹാക്ക്. Hallelujah. 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 രാജാക്കന്മാർ പറയുന്നതല്ല നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. നീ പറയുന്നതല്ല നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ Hallelujah. ഇല്ലാത്തവരെ ഉള്ളതുപോലെ വിളിപ്പാൻ കഴിയുന്നവൻ, മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്നവൻ, ഈ ചാരത്തിൽ നിന്ന് നിനക്ക് വളരെ തിരിച്ചു വരുവാൻ കഴിയുന്നവൻ. ദൈവത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഒരു ദിവസം നാം സംസാരിക്കുന്നതൊക്കെ നെഗറ്റീവായിരിക്കും. പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും പലപ്പോഴും നമ്മുടെ നാവിൽ ചിലപ്പോൾ വരാറില്ല. കാരണം നമ്മൾ പറയുന്നതൊക്കെ നെഗറ്റീവായിരിക്കും, നമ്മൾ പറയുന്നതൊക്കെ ഇല്ലായ്മയായിരിക്കും, നമ്മൾ പറയുന്നതൊക്കെ ശൂന്യതയായിരിക്കും, നമ്മൾ പറയുന്നതൊക്കെ അബദ്ധങ്ങളായിരിക്കും. എന്നാൽ വാഗ്ദത്തം ചെയ്തവനായ ദൈവം, നിവർത്തീകരിക്കാൻ ശക്തനായിരിക്കുന്ന ദൈവം, അബ്രഹാമേ നീ പറയുന്നത് പോലെയല്ല. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ ഇസ്മായേൽ മാത്രമല്ല ജീവിച്ചിരിക്കാൻ പോകുന്നത്, ഒരു വാഗ്ദത്തം നിനക്ക് വെളിപ്പെടാനുള്ളത്. നമ്മുടെ ഇവിടെ തോപ്പിൽ ഇറങ്ങി ഹല്ലേലൂയ, ഹല്ലേലൂയ, മന്നം നിന്റെ കൂടാരത്തിനകത്തേക്ക് പ്രവേശിച്ച് നിന്റെ വാഗ്ദത്തത്തെ നിന്റെ കരങ്ങളിൽ നൽകുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. കരമേൽപ്പിനെ സൂചിച്ചാൽ പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നത് നമ്മൾ പോലും അല്ല, നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നാളെ ഈ സഭയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് പാസ്റ്റർ അല്ല തീരുമാനിക്കുന്നത്, സെക്രട്ടറി അല്ല തീരുമാനിക്കുന്നത്, ട്രസ്റ്റി അല്ല തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. ഇതിനകത്ത് വിശ്വസിച്ചാട്ടെ, നമ്മെ നിർത്തിയിരിക്കുന്ന ദൈവം ഇതിന്റെ മേൽ പദ്ധതിയിട്ടിരിക്കുന്നതിനാൽ മരണപാശങ്ങളെ ചുറ്റി പാതാളവേദനകളെ വാഴു എങ്കിലും കാക്കുന്ന പരിപാലിക്കുന്ന ഒരു ദൈവം. നമ്മുടെ ആരുടെ കരങ്ങളിലല്ല കാര്യങ്ങൾ, സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലാണ് കാര്യങ്ങൾ. അവനാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. അവന് വല്ലതും കൊടുത്തിട്ട് തിരികെ പ്രാപിക്കാൻ കഴിയത്തില്ല, അവന് മന്ത്രി ആയിരിക്കാൻ കഴിയത്തില്ല. അവൻ ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ്. നമ്മുടെ നിമിഷം മാറിപ്പോകും, നമ്മൾ തീരുമാനിച്ചത് മാറിപ്പോകും, നമ്മൾ ചിന്തിക്കുന്നത് മാറിപ്പോകും. മാറ്റമില്ലാത്തൊരു ദൈവം, വാഗ്ദത്തം ചെയ്താൽ ഉറപ്പിക്കുന്ന ദൈവം, വാഗ്ദത്തം ചെയ്താൽ നൽകുന്ന ഒരു ദൈവം. എത്ര കാലഘട്ടം കഴിഞ്ഞാലും, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും വാഗ്ദത്തത്തിന് മാറ്റമില്ല. അത് മടങ്ങി വരികയും വിശ്വസിച്ചാട്ടെ. അതുകൊണ്ടാണ് ഹബക്കൂക്കിനോട് ദൈവം പറയുന്നത്, ദർശനത്തിലോ ചിരിക്കുന്നു ദർശനത്തിന്റെ ചിരിക്കുന്നു. ആരും താമസിക്കുകയില്ല.
ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുകയാണ്. ദൈവം അത് നിവർത്തീകരിക്കും. ദൈവം അത് നിവർത്തീകരിക്കും. നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവം പറഞ്ഞ ദൂത്, ഈ പട്ടണത്തിൽ നിന്നെ മാനിക്കുമ്പോൾ ദൈവം പറഞ്ഞ ദൂത്, നിന്റെ സഭയെ കുറിച്ച് ദൈവം പറഞ്ഞ ദൂത്, ദൈവദാസന്മാരെ കൂടി അഭിഷക്തന്മാരെ കൂടി നാളുകളായി നീ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക ആലോചനകൾക്ക് ആവലിക്കുക. അവരിൽ നിന്നുകൊണ്ട് സംസാരിപ്പാൻ പിശാചിനെ അനുവദിക്കാത്ത ദൈവമാണെങ്കിൽ അതിപ്പോൾ സംഭവിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും അത് വരും, താമസിക്കത്തില്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് നിശ്ചയമായും സംഭവിക്കും. ഇന്നിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഭാരപ്പെടരുത്, ഇന്നിന്റെ അവസ്ഥകളെ കുറിച്ച് ഭാരപ്പെടരുത്. ദൈവം നമുക്ക് വലിയ ചെയ്യുവാൻ സർവശക്തനായ ദൈവമാണ്. ഒരു നിമിഷം വേണ്ടി പ്രാർത്ഥിച്ചാണ്. ആരാധനയിൽ സ്വാതന്ത്ര്യമില്ലാതെ എല്ലാ ആഴ്ചയിലും കടന്നു വരുവാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന അനുഭവമൊക്കെ പൊട്ടിമാനത്തെ പുരുഷന്മാരുടെ നിൽക്കട്ടെ എന്ന് പറയുന്ന ഫറവോന്റെ ശക്തിയുടെ വ്യാപാരങ്ങൾ ഫറവോനെയും ചെങ്കടലിൽ ഫറവോനെയും അവരുടെ സൈന്യത്തെയും മുക്കിക്കളഞ്ഞ ദൈവം കുതിരയെയും അതിന്റെ മുകളിലിരുന്നവരെയും ചെങ്കടൽ മുക്കിക്കളഞ്ഞ ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം ഉണങ്ങിയ നിലത്തെ വെളിപ്പെടുത്തിയ ഇടയ്ക്കൻ കാറ്റിന്റെ ശക്തി ഈ കുടുംബത്തിന് മേൽ വ്യാപരിപ്പാൻ പ്രിയ സഹോദരി റിനിവലിന് വേണ്ടിയും അതുപോലെ ജോലിക്കാരും ആഗ്രഹിക്കുന്നല്ലോ ചെറുത് പ്രവർത്തിച്ചാണ്. യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പുതിയ വഴികൾ തുറന്നു വരട്ടെ. മഹാപുരോഹിതന്മാരുടെ കാലിൽ യോർദാനെ സ്പർശിച്ചപ്പോൾ അതിനെന്തായി പിളർന്നവർ ജീവനോടെ നിന്നവർ ഇന്ന് രാത്രി ദൈവശക്തിയുടെ വ്യാപാരം